ഹലോ ഫ്രണ്ട്സ്, മൈ വൈബ്സ് എന്ന മലയാളം യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങളെല്ലാവരും തന്ന സപ്പോർട്ടിനും ലൈക്കുകൾക്കും നന്ദി. ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും ലൈക്കുകളും ഞാൻ പ്രതീക്ഷിച്ചു. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാ ദിവസത്തെയും പോലെ തന്നെ ഇന്നും ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് റിയൽമിയുടെ നാസ്ട്രോ 20 എന്ന മോഡലിന്റെ അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് ബോക്സ് വരുന്നത്. റിയൽമിയുടെ ഒരു ബഡ്ജറ്റ് ഫോണാണ് ഈ നാസ്ട്രോ 20 എന്ന് പറയുന്നത്. ഫ്ലിപ്കാർട്ടിൽ ഈ മൊബൈലിന് വരുന്ന റേറ്റ് 9999 രൂപ. 10,000 രൂപയ്ക്ക് എടുക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഫോൺ തന്നെയാണ്. ഞാനിവിടെ അൺബോക്സ് ചെയ്യാൻ എടുത്തിരിക്കുന്നത് 4GB 64GB റാം വേരിയൻ്റ് ആണ്. ഇതിന് എക്സ്പാൻഡബിൾ മെമ്മറി വരുന്നത് 256GB ആണ്. ഇനി നമുക്ക് ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് യൂസർ മാനുവലും അങ്ങനെയുള്ള പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അതേപോലെ തന്നെ സിം ഇജക്ടർ ടൂളും അതിൻ്റെ ഒപ്പം കിട്ടുന്നതാണ്. ഇതാണ് നമ്മുടെ ഫോൺ വരുന്നത്. അതുപോലെ തന്നെ ബോക്സിനുള്ളിൽ 18 വാട്ട്സിൻ്റെ ഒരു ക്വിക്ക് ചാർജറും കൊടുത്തിട്ടുണ്ട്. USB Type-C കേബിളാണ് ഇതിനോടൊപ്പം കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വേറെ അഡീഷണൽ ആയിട്ടൊന്നും ബോക്സിൽ കൊടുത്തിട്ടില്ല കമ്പനി. 6.52 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് ഈ ഫോണിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രൈമറി ക്യാമറയായിട്ട് 48 MB ക്യാമറയും അതേപോലെ തന്നെ 8 MB ക്യാമറയും അതേപോലെ തന്നെ ഒരു 2 MB ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 3 ക്യാമറ സെറ്റപ്പാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. 8 MB ആണ് ഫ്രണ്ട് ക്യാമറ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ബൂട്ട് ചെയ്ത് നോക്കാം. ലാംഗ്വേജും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് വൈഫൈ ഒക്കെ സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് അഗ്രിമെൻ്റൊക്കെ അക്സെപ്റ്റ് ചെയ്യാം. ലോക്ക് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ 1 2 3 4 5 6 എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്യാൻ പോകുന്നതാണ്. ഫേസ് ലോക്ക് സപ്പോർട്ടും ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. പക്ഷേ ഞാനിവിടെ അതൊന്നും സെറ്റ് ചെയ്യുന്നില്ല. ഫിംഗർ പ്രിൻറ്റും ഞാൻ സെറ്റ് ചെയ്യുന്നില്ല, ഞാൻ സ്കിപ്പ് അടിക്കുകയാണ്. ഫോണിപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിട്ടുണ്ട്. കണ്ടില്ലേ, വെൽക്കം റിയൽമി UI. റിയൽമിയുടെ സ്വന്തം UIയിലാണ് ഈ ഫോൺ വർക്ക് ചെയ്യുന്നത്. നല്ലൊരു ഡിസ്പ്ലേ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. 2.5D ഗ്ലാസ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ 88.70% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആണ് ഈ ഫോണിലുള്ളത്. 562 നിറ്റ്സ് ആണ് ഇതിൻ്റെ ബ്രൈറ്റ്നസ് വരുന്നത്. ക്യാമറയുടെ ക്ലാരിറ്റിയൊക്കെ നമുക്കൊന്ന് നോക്കാം. ഏകദേശം നല്ല ക്ലാരിറ്റി തന്നെ കിട്ടുന്നുണ്ട്. ബേസിക്കലി നല്ല സൂം ചെയ്തിട്ട് പോലും ക്ലാരിറ്റി ഡ്രോപ്പ് ആവുന്നില്ല. HD+ ഡിസ്പ്ലേ ആയതിനാൽ നല്ല ക്ലാരിറ്റി തന്നെ നമുക്ക് വീഡിയോസൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ നല്ലൊരു പെർഫോമൻസും ഈ ഫോണിൽ ലഭിക്കുന്നതാണ്. മീഡിയ ടെക്കിൻ്റെ ഹീലിയോസ് G85 പ്രോസസ്സറാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. Android 10 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് ഈ ഫോൺ വർക്ക് ചെയ്യുന്നത്. എൻ്റെ ഒപ്പീനിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10,000 രൂപയ്ക്ക് മേടിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് പവർഫുൾ ഫോണാണ്. ഇതിൻ്റെ ബാറ്ററിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി 6000 mAh ബാറ്ററിയാണ്. എങ്ങനെ പോയാലും ഒരു 2 ദിവസം ബാറ്ററി ബാക്കപ്പ് എന്തായാലും കിട്ടും. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് കാണാനായി മൈ വൈബ്സ് മലയാളം എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.